ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആദ്യ പട്ടികയിൽ 48 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനീത വി.ജി. ബീഹാറിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഒടുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ആദ്യ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നു. 48 പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചത് എന്നുകൂടി മനസ്സിലാകുന്നു. അതിന് മുമ്പേ അറിയേണ്ടത് മഹാസഖ്യത്തിലെ ചർച്ചകൾ അത് ഏത് രീതിയിലാണ് പോയത്? ഇപ്പോൾ ആ ചർച്ചകൾക്കൊടുവിലാണോ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഈ പട്ടിക പ്രഖ്യാപനം? തീർച്ചയായും പ്രജിൻ, ആദ്യഘട്ട പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 48 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പട്ടികയിൽ സ്ത്രീകളുണ്ട്, പുതുമുഖങ്ങളുണ്ട്, ഒപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ ആദ്യഘട്ട പട്ടികയിലുണ്ട്. അധികം വൈകാതെ തന്നെ ഒരു രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മഹാസഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണെങ്കിലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആണെങ്കിലും വലിയ രീതിയിൽ അത് ഒരു കാലതാമസം എടുത്തു. ആ ചർച്ചകൾ നീണ്ടുപോകാൻ കാരണം കോൺഗ്രസും RJDയും തമ്മിലുള്ള ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ചില തർക്കങ്ങൾ തന്നെയായിരുന്നു. ഒടുവിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ലാലു പ്രസാദ് യാദവുമായി മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സംസാരിച്ചു. ഇന്ന് വൈകിട്ടാണ് രാഹുൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ലാലു പ്രസാദ് യാദവുമായി. തുടങ്ങിയ അവസാന ഘട്ടത്തിൽ ഈ തർക്കങ്ങൾ പരിഹരിച്ച് പിന്നാലെയാണ് ഇപ്പോൾ ഈ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഖ്യാപനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 55-ലധികം സീറ്റുകൾ വേണമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. പിന്നീട് 60 അല്ലെങ്കിൽ 70 സീറ്റുകൾ നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ 58 സീറ്റിൽ കൂടുതൽ നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് RJD ആ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ അവർ ലാലു പ്രസാദ് യാദവ്, മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെയായി സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ സഖ്യത്തിലെ എല്ലാ പാർട്ടികളെയും, സഖ്യത്തിലെ മുന്നണിയിലെ എല്ലാവരെയും ഞങ്ങൾക്ക്, എല്ലാ കക്ഷികളെയും ഞങ്ങൾക്ക് ഒരേപോലെ പരിഗണിക്കേണ്ടതില്ലേ എന്നായിരുന്നു ലാലു പ്രസാദ് യാദവ് മറുപടിയായി നൽകിയതെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതാണെങ്കിലും നാളെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെയാണ് ഇന്ന് രാത്രിയോടുകൂടി ഇപ്പോൾ ഇതാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ആദ്യ ലിസ്റ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ലിസ്റ്റിൽ 48 സ്ഥാനാർത്ഥികളാണുള്ളത്. വനിതകളും പുതുമുഖങ്ങളും ഒപ്പം തന്നെ പ്രമുഖ സ്ഥാനാർത്ഥികളും ഒക്കെ ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിനീത വി.ജി. ആണ് വിശദാംശങ്ങൾ നൽകിയത് ബീഹാറിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.